ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കമൻ്റാണ് തോമസ് കുത്തോ കാത്തന. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഒരു ക്രിസ്തുമത വിശ്വാസിയാണെന്നാണ് ഇതിൻ്റെ അകത്ത് മനസ്സിലായത്. ഇസ്ലാം വിഗ്രഹ ആരാധകരുടെ സംസ്ഥാന സമ്മേളനം. നമ്മളുടെ കേന്ദ്ര ബിന്ദുവായ കഅബയെ ഒന്ന് വിഗ്രഹമാക്കി ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സംസ്ഥാനമൊട്ടാകെ നമ്മളുടെ ആരാധന മുഴുവനും വിഗ്രഹത്തിൻ്റെ നേരെയാണെന്ന് ചിന്തിച്ച് അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് യഥാർത്ഥമായിട്ട് ഈ വീഡിയോ കണ്ട് തിരിച്ചറിയാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുസ്ലിമീങ്ങളെക്കുറിച്ച് എന്തോ ഒന്ന് ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ എന്തോ ഒരു മോശപ്പെട്ടവരാണെന്ന ഒരു കാറ്റഗറിയിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിനൊരു മറുപടി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മുടെ ഈ ചെറുപ്പക്കാരൻ്റെ വീഡിയോ കടന്നു വരുന്നത്. ഇദ്ദേഹം ഒരു വാഷിംഗ് മെഷീൻ റിപ്പയറിന് വേണ്ടി ഒരു തൊടുപുഴയിൽ ഒരു വീട്ടിൽ ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് ആ വീട്ടുകാരൻ എന്താണ് ഈ വാഷിംഗ് മെഷീൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറയണ്ടേ, അതുപോലും അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസിയാണെന്ന് തോന്നിപ്പോയെന്നാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചരടോ മറ്റോ എന്തൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹം ഒരു ക്രിസ്തുമത വിശ്വാസിയാണെന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പക മുസ്ലിമീങ്ങളോട് നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇന്ന് ഞാനൊരു വാഷിംഗ് മെഷീൻ്റെ കംപ്ലയിൻറ്റ് നോക്കാനായിട്ടൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്, അതായത് ക്രിസ്ത്യൻ ഫാമിലിയാണ് ഞാൻ ചെന്ന് കയറുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് മിണ്ടാൻ ഭയങ്കര മടി, പിടിച്ചുള്ള സംസാരം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും പുള്ളിക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെയാണ് പുള്ളി എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ഈ മനുഷ്യൻ ഇയാൾ ഇങ്ങനെ തന്നെ ആയിരിക്കും, വീട്ടിൽ വരുന്ന ആളുകളോട് പെരുമാറുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അതിനുശേഷമാണ് പുള്ളി ഞാൻ ഈ കാതയിൽ കടുക്കനിട്ടേക്കുന്നതും എൻ്റെ കഴുത്തേൽ മാല കിടക്കുന്നതൊക്കെ പുള്ളി കാണുന്നത്. അപ്പോൾ പുള്ളി പതുക്കെ എന്നോട് ചോദിച്ചു, നിൻ്റെ പേരെന്നാ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് ഇന്നതാണ്. എവിടെ വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മൈലക്കൊമ്പിലാണ് വീട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നോട് ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ക്രിസ്ത്യാനിയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ മതത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം നേരെ വീണത് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹം എന്നോട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളുടെ ഉള്ളിൽ കിടന്ന സാധനം അയാൾ എന്നോട് പറഞ്ഞു. അയാളോട് ഞാൻ ഓർത്തേ കാക്കാനാന്നോർത്തു എന്ന് പറഞ്ഞു. ആ പറച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചിട്ടാ ഇയാൾക്ക് എന്നോട് മിണ്ടാൻ മടി. ഞാനൊരു മുസ്ലിമാണ് തെറ്റിദ്ധരിച്ചതുകൊണ്ടാണ് അയാൾക്ക് അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ അത് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നോട് പറയുന്നത് മുഴുവൻ മുസ്ലിം വിരുദ്ധതയാണ്. ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഇവന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ തൊടുപുഴയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? തൊടുപുഴ ടൗൺ മുഴുവൻ ഇവന്മാർ കീഴടക്കി. ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം തോന്നി. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മുസ്ലിങ്ങളുടെ ഇടയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അവരെ അത്തരത്തിൽ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നവും കണ്ടിട്ടില്ല. ഞാൻ ഈ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു മതിലപ്പുറം, അതായത് ഒരു ഭിത്തിക്കപ്പുറം താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിയാണ്. ആ ഉമ്മച്ചി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം ഇന്നും രാവിലെ കഴിച്ചിട്ട് പോയ മനുഷ്യനാണ്. ബിഗ് സല്യൂട്ട് കൊടുക്കാം.